ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നോ, ഒരു പേരക്കയാണ് കേട്ടോ. പേരക്ക എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിപ്പേര, മുന്തിരി പോലെ കൊല കൊലയായിട്ടുണ്ടാവുന്ന ഒരു പേര. ഇതിന് സീസണൊന്നുമില്ല കേട്ടോ. പേരയുടെ മരത്തന്നെ എല്ലാ കാലത്തും ഉണ്ടാവും ഇത്. ഒരു സീസൺ കഴിഞ്ഞങ്ങാണ്ട് പഴുത്ത് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ പിന്നെ പൂവിടലെടുത്തു. അങ്ങനെ നിറയെ കായ പിടിക്കും. വലിയ കേടൊന്നും മറ്റേ പേരിനെ പോലെ പുഴുക്കേടൊന്നും കാണലുമില്ല. മറ്റേ പേര അധികം പുഴുക്കളേക്കാരല്ലോ, പുഴു അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു കുത്ത് അങ്ങനെ ഉണ്ട്. ഇതിനതൊന്നുമില്ല. ഇതങ്ങനെയൊന്നും കാണലില്ല. ഇത് ഏത് കാലത്തുണ്ടാവും. മഴക്കാലത്ത് മധുരം കുറച്ച് എല്ലാ ഫ്രൂട്ട്സിലെ പോലെ തന്നെ മധുരം കുറവായിരിക്കും. വേനൽക്കാലത്ത് നല്ല മധുരം ഉണ്ടാവും, പുളിയോട് കൂടിയൊരു മധുരം. ഇതാ കണ്ടില്ലേ, ഇത് പഴുത്ത എല്ലാ പേരനെയും പോലെ തന്നെ മഞ്ഞ കളർ തന്നെ ആവും. ഇത് പഴുത്ത ജ്യൂസ് അടിക്കത്ത നല്ല ടേസ്റ്റാണ്. മുന്തിരിയെപ്പോലെ ഒരു പുളിയും പിന്നെ അതേപോലെ ഒരു മധുരമൊക്കെ പാടെ കലർന്നതുകൊണ്ടാവും. വേണമെങ്കിൽ മുന്തിരിയെപ്പോലെ പുളി ആയതുകൊണ്ടാവും മുന്തിരിപ്പേര എന്ന് പറയണല്ലേ. പിന്നെ അതേപോലെ പേരൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ഒത്ത ഒരു ടേസ്റ്റ്. നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല ചവർപ്പൊന്നുമില്ല, പുളിയോട് കൂടെ ഒരു മധുരം. ഈ പേര എല്ലാ പേരയിലേറെ 1.5 വർഷം കൊണ്ട് കായ പിടിക്കും കേട്ടോ. അതാണ് ഒരു ഇത്, പെട്ടെന്നിൽ കായ പിടിക്കും. ഷുഗർ രോഗികൾക്കൊക്കെ ഷുഗർ കുറയാനുള്ള നല്ലൊരു ഔഷധമാണെന്നൊക്കെ കേൾവിട്ടോ. ഷുഗർ രോഗികൾക്ക് അതിൻ്റെ ഇലകളും, ഏത് പേരൻ്റെ ഇലകളും ഷുഗർ രോഗികൾക്ക് നല്ലതാണല്ലോ. അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ഉത്തമമാണല്ലോ. അത് ഈ പേര നല്ല മറ്റേ പേരയിലേറെ ഔഷധ ഗുണമാണ് എന്നൊക്കെ കേൾവി. ഈ പേര എനിക്ക് ഒരു പേരൊക്കെ കിട്ടിയതാണ്. എൻ്റെ മോന് വയനാട്ടിൽ നിന്ന് അവിടെ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ അവിടുന്ന് ഒരു കായ കൊടുക്കുന്നത്. അത് ഞാൻ വിത്ത് മുളപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. 1.5 വർഷമായപ്പോൾ കായ പിടിക്കലും തുടങ്ങി. ഇത് ഞാൻ എൻ്റെ ഗാർഡനിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ മുന്തിരി പഴുത്താൽ മഞ്ഞ കളർ തന്നെയാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിയോട് കൂടെയുള്ള ഒരു മധുരമാണ്. നല്ല ടേസ്റ്റാണ്. ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റാണ്. ജ്യൂസ് അടിക്കുക, പഴുത്താൻ ജ്യൂസ് അടിക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം കഴിക്കും. ഒരുമിച്ചാണ് പഴുത്ത് കാണും, നല്ല ഭംഗിയാണ് അപ്പോൾ കാണാൻ. ഇതിനൊരു സീസണൊന്നുമില്ല. ഒരു സീസണിൽ ഫുള്ള് ഉണ്ടായി, പിന്നെ അതൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഭാഗം പൂവിട്ട് തുടങ്ങും. ഇതിന് എപ്പോഴും ഉണ്ടാവും. ഇതിന് പല വെറൈറ്റി പേരകളും ഉണ്ടല്ലേ. അതിൽ ഇതൊരു വേറൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.